അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹികളുടെയും കൂടെ ഒരിടം നൽകി നമ്മെയും അവരെയും എല്ലാം റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ആ കലിമത്ത് തൗഹീദിന്റെ ആശയാദർശങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രമാണങ്ങൾ ഏതൊരു രൂപത്തിലാണോ തൗഹീദിനെ പരിചയപ്പെടുത്തിയത് അതേ രൂപത്തിൽ തന്നെ ആ തൗഹീദ് പ്രബോധനം ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ശിർക്കിന്റെ വഴികളിൽ നിന്ന് റഹ്മാനായ റബ്ബിന് പുറമെ ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം ശിർക്കാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യകുലത്തെ ആകമാനം കൈപിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ ഇന്നുവരെയും അതിപ്രധാനമായും നിർവഹിച്ചത്. ആ പ്രബോധനത്തിന്റെ ഫലം തന്നെയാണ് ഈ രൂപത്തിൽ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടുന്ന മുജാഹിദുകളായ ധാരാളം ആളുകൾ. ഈ ഇരിക്കുന്ന ആളുകളൊക്കെയും ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും പിന്നാലെ പോയി ജാറങ്ങളിലും ദർഗകളിലും പോയി തേടി സിദ്ധന്മാരെയും ഔലിയാക്കളെയും അംബിയായിനെയും തങ്ങന്മാരെയും ബീവിമാരെയും ജിന്നുകളെയും മലക്കുകളെയും എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച് കൊടിയ ശിർക്കിലകപ്പെട്ട് ആ ശിർക്കിന്റെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അതിന്റെ പ്രബോധകരായി പോലും നിലകൊണ്ട ആളുകൾ പിന്നീടൊരു ഘട്ടത്തിൽ തൗഹീദ് മനസ്സിലാക്കി റഹ്മാനായ റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബാക്കിയെല്ലാം ഒഴിവാക്കി ആ തൗഹീദിന്റെ വഴിയിലേക്ക് മാറി വന്നവർ തന്നെയാണ് ഈ ഇരിക്കുന്ന കൂട്ടായ്മയിൽ മഹാഭൂരിപക്ഷം ആളുകളും. ആ തൗഹീദ് എന്നാണ് അവർക്ക് ബോധ്യമായത് അന്നു മുതൽ പിന്നെ അവിടെ നാവിൽ നിന്ന് അവിടെ കൽബിൽ നിന്ന് ഒരു വിളിയും ഒരു തേട്ടവും റബ്ബല്ലാത്തവരിലേക്ക് വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതുണ്ടാകുന്നത് ആലോചിക്കാൻ പോലും സാധ്യവുമല്ല. അല്ലാഹ് എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ആ റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും സൃഷ്ടിയെ വിളിക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും ഒരു മുജാഹിദുകാരനും സാധ്യമല്ല. ആ തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ റബ്ബിനോട് തേടുവെന്ന് അവനോട് പ്രാർത്ഥിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടാകും. ധാരാളം ത്യാഗങ്ങളും പ്രയാസങ്ങളും അതിന്റെ പേരിൽ മാത്രം സഹിക്കേണ്ടി വന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. പ്രത്യേകിച്ച് സമസ്തയുടെ വേദികളിൽ സംസാരിച്ച് പ്രസംഗിച്ചിരുന്ന എത്രയോ പണ്ഡിതന്മാർ, വലിയ വലിയ ബിരുദമുള്ള ഫൈസിമാരും ബാക്കവിമാരും ദാരിമിമാരും സഖാഫിമാരും അടക്കമുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ അവരൊക്കെ ആ രംഗത്ത് ഏറെയേറെ ത്യാഗം സഹിച്ചവരാണ്. കുടുംബങ്ങളുമായി ഒരുപാട് അകൽച്ചകൾ അതിന്റെ പേരിൽ ഉണ്ടാകേണ്ടി വന്നവർ ആ കൂട്ടത്തിലുണ്ട്. ദാമ്പത്യ ജീവിതം പോലും തകർന്നടിഞ്ഞവർ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മക്കൾ നഷ്ടമായവർ ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭൗതികമായി സാമ്പത്തികമായി ധാരാളം നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നവരും ആ കൂട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നാൽ ആ പഴയ വഴിയിലേക്ക് മടങ്ങിപ്പോയാലോ, ഇനിയും മഹാന്മാരോട് തേടിയാലോ, ദർഗയിലേക്ക് പോയാലോ, ജിന്നിനെ വിളിച്ചാലോ, മലക്കിനെ വിളിച്ച് സഹായം തേടിയാലോ എന്നൊരു ആലോചന ഒരു മുജാഹിദിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. വരുന്ന പ്രശ്നമില്ല. അവന്റെ പ്രാർത്ഥന ഈ തൗഹീദിലായി അവസാന ശ്വാസം വരെ നിലകൊള്ളുവാനുള്ള തൗഫീഖ് ലഭിക്കുവാനും ആ തൗഹീദ് പ്രഖ്യാപിച്ച് തൗഹീദോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് കിട്ടണേ എന്ന പ്രാർത്ഥനയാണ് ഓരോ മുജാഹിദുകാരന്റെയും മനസ്സിൽ നിന്ന് എന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ മുജാഹിദ് പ്രസ്ഥാനം പതിറ്റാണ്ടുകൾ നീണ്ട ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം ആളുകൾ
പ്രസ്ഥാന വഴിയിലേക്ക് വരികയും സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും എല്ലാം ധാരാളമായി ഉണ്ടാവുകയും ആളുകൾക്കിടയിൽ അംഗീകാരവും സ്ഥാനവും നിലയും വിലയുമെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി വരികയും ചെയ്തപ്പോൾ തീർച്ചയായും മറ്റു പല താല്പര്യങ്ങളാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ കടന്നുകൂടിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെ കൂടിയ ആളുകൾ ഉണ്ടായി എന്നുള്ളത് തീർച്ചയാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പിന്നാലെ കൂടിയവർ ഉണ്ടായേക്കാം. ഭൗതികമായ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കൂടിയ ആളുകൾ ഉണ്ടായേക്കാം. മഹല്ലുമായി തെറ്റി, മഹല്ല് കമ്മിറ്റിയുമായി പിണങ്ങി, നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിന്റെ പേരിലൊക്കെ ഈ പാതയിലേക്ക് കടന്നു വന്ന ആളുകളും ഉണ്ടായേക്കാം. അതിലും നല്ലൊരു ശതമാനം ആളുകളും പിന്നീട് കടന്നു വന്നതിന് ശേഷമാണെങ്കിലും തൗഹീദ് കൃത്യമായി ഉൾക്കൊള്ളുകയും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വന്നെങ്കിലും കൃത്യമായി ആദർശം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത, കൃത്യമായി തൗഹീദ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ദുആഉം അതേപോലെ ആരാധനയും ശിർക്കും ഖുറാഫാത്തുമൊക്കെ എവിടെയാണ് വേർതിരിയുന്നത്, എന്താണ് മാനദണ്ഡമെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകളെ എണ്ണം കൂടി വരികയും പിന്നീട് ചില പ്രശ്നങ്ങളും പ്രയാസവും സൃഷ്ടിക്കാൻ ചില ആളുകൾ അത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തതാണ് 10 കൊല്ലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചത്. അബ്ദുസ്സലാം സുലമിയെ പോലുള്ള ചില ആളുകളുടെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന ചില വികലമായ വിശ്വാസങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ചില വ്യതിയാനങ്ങൾ, ആ വ്യതിയാനങ്ങൾ 2002 ഔദ്യോഗികമായി പുറത്തേക്ക് വരികയും അങ്ങനെ തൗഹീദിന്റെ പാതയിൽ പുതിയ ചില നിർവചനങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്തു. അതുവരെയും പറഞ്ഞു വന്ന നിർവചനങ്ങളും വിശദീകരണങ്ങളും എന്തായിരുന്നുവോ തൗഹീദിന്റെ മേഖല ഉണ്ടായിരുന്നത്, അതിൽ നിന്നും മാറിയിട്ട് പുതിയ ചില തലങ്ങളിലേക്ക് അവരതിനെ കൊണ്ടുപോയി. തൗഹീദിന്റെ അടിസ്ഥാന ആദർശമായി എല്ലാ കാലത്തും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച വചനമായിരുന്നുവല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നുവെന്ന ആ ഒരു ആയത്ത് എന്നും നമ്മൾ ഈ ആദർശ രംഗത്ത് ഒന്നാമതായി കണ്ട, പ്രധാനമായി കണ്ട വിശുദ്ധ ഖുർആനിലെ വചനം തന്നെയായിരുന്നു. ഓരോ ദിവസവും 5 വക്ത നമസ്കാരങ്ങളിലായി 17 തവണ ആവർത്തിച്ച് നിർബന്ധമായും പ്രഖ്യാപിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങളിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ആ ഒരു വചനം, റബ്ബിനോട് മാത്രമേ തേടൂവെന്ന, റബ്ബിനെ മാത്രമേ ആരാധിക്കൂവെന്ന ആ പ്രഖ്യാപനത്തിൽ പോലും മായം ചേർത്ത്, അതിൽ പോലും വെള്ളം ചേർത്ത് അബ്ദുസ്സലാം സുലമിയെ പോലുള്ള ആളുകൾ പുതിയ ചില വിശദീകരണങ്ങൾ കൊണ്ടുവന്നു. അതെ, ഈ ആയത്തുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി റബ്ബിനോട് തേടാവൂ എന്നും മരിച്ചുപോയ മഹാന്മാരുടെ തേട്ടം ഇതിന് വിരുദ്ധമാണെന്നും അത് ശിർക്കാണെന്നും സമുദായത്തെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അന്ന് പൗരോഹിത്യം നമ്മോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വഹാബികളെ, നിങ്ങളുമില്ലേ അസുഖം വന്നാൽ ഡോക്ടറെ പോയി കാണുന്നു, നിങ്ങളുമില്ലേ സാമ്പത്തിക പ്രയാസം വന്നാൽ പണക്കാരനെ സമീപിക്കുന്നു, നിങ്ങളുമില്ലേ വീട്ടിൽ ചെന്ന് ഭാര്യയോട് സഹായം ആവശ്യപ്പെടുന്നു, എങ്കിൽ പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നിങ്ങളുടെ പ്രഖ്യാപനത്തിന് എന്തു പ്രസക്തിയുണ്ട്? മുഹീദ്ദീൻ ശൈഖിനുള്ള തേട്ടം ശിർക്കാണെങ്കിൽ ഈ തേട്ടങ്ങളും ശിർക്കല്ലേ? കാരണം ഇയ്യാക നസ്തഈൻ, റബ്ബിനോട് മാത്രമാണ് സഹായം തേടുക എന്നല്ലേ നിങ്ങൾ അർത്ഥം വെച്ചത്? എങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഡോക്ടറെ മുമ്പിൽ പോയി സഹായം ആവശ്യപ്പെടും? നിങ്ങൾ എങ്ങനെ പരസ്പരം പലരോടുമായി സഹായങ്ങൾ ചോദിക്കും? അതും പാടില്ലല്ലോ എന്ന് സമസ്തക്കാരായ പുരോഹിതന്മാർ ഈ നാട്ടില് വസ്വാസുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് കൃത്യമായി ബഹുമാന്യരായ നമ്മുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും നേതാക്കന്മാരും അടക്കമുള്ളവർ കൃത്യമായി അന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ഇസ്തിആനത്ത്, ഏതാണ് റബ്ബിനോട് മാത്രമെന്ന് പറഞ്ഞത്, ഏതാണ് അല്ലാത്തത്. അതിനാണ് അന്ന് കോഴിക്കോട് ഖാദിയുടെ ഖുർആൻ പരിഭാഷയെടുത്ത് നാം വിശദീകരിച്ചു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിന് കോഴിക്കോട് ഖാദിയുടെ വിശദീകരണമുണ്ട്. അഥവാ ഇവിടെ സഹായം തേടുക എന്നാൽ പ്രാർത്ഥനയാണ് ഉദ്ദേശം. അതാവട്ടെ ആരാധനയുടെ അഥവാ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ് താനുമെന്ന കോഴിക്കോട് ഖാദിയുടെ വിശദീകരണം എടുത്തുകൊണ്ട് നാം സമൂഹത്തെ പഠിപ്പിച്ചു. ഇവിടെ നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞെടുത്ത് പരസ്പരമുള്ള ചോദ്യങ്ങളല്ല, ഡോക്ടറോടുള്ള ചോദ്യമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ആ സഹായമല്ല ഉദ്ദേശിക്കപ്പെട്ടത്. മറിച്ച് അവിടെ ദുആ ആണ് ഉദ്ദേശം, പ്രാർത്ഥനയാണ് ഉദ്ദേശം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതിക മാർഗത്തിലുള്ള, അദൃശ്യ മാർഗത്തിലുള്ള, മറഞ്ഞ വഴിയിലുള്ള തേട്ടമാണ്
വഇയ്യാക നസ്തഈൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ആ തേട്ടം റബ്ബിനോട് മാത്രം. മറഞ്ഞ വഴിക്കുള്ള തേട്ടങ്ങൾ റബ്ബിനോട് മാത്രം. ആ മറഞ്ഞ വഴിക്കുള്ള തേട്ടം ജിന്നിനോടായാൽ ശിർക്ക് തന്നെ, മലക്കിനോടായാൽ ശിർക്ക് തന്നെ, മനുഷ്യനോടായാലും ശിർക്ക് തന്നെ, മരിച്ചവനോടായാലും ശിർക്ക് തന്നെ, ജീവിച്ചിരിക്കുന്ന ആളോടായാലും ശിർക്ക് തന്നെ. അത് റഹ്മാനായ റബ്ബിനോട് മാത്രം. അതാണ് വഇയ്യാക നസ്തഈൻ. അതെ, അദൃശ്യമാർഗത്തിലെ തേട്ടങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രം. അദൃശ്യമാർഗത്തിൽ ജിന്നിനോട് തേടിയാലോ ശിർക്കായി, അദൃശ്യമാർഗത്തിൽ മലക്കിനോട് തേടിയാലോ ശിർക്കായി, അദൃശ്യമാർഗത്തിന് ഒരു മനുഷ്യനോട് തേടിയാലോ ശിർക്കായി, അദൃശ്യമാർഗത്തിൽ കല്ലിനോടോ മരത്തിനോടോ മുമ്പിൽ കാണുന്നതോ കാണാത്തതോ ആയ ഏത് പടപ്പിനോടും ഒരു തേട്ടം വന്നാൽ അത് ശിർക്കായി മാറി. കാരണം അതാണ് പ്രാർത്ഥന. അദൃശ്യമാർഗത്തിലുള്ള തേട്ടം അതാണ് പ്രാർത്ഥന. മറഞ്ഞ വഴിക്കുള്ള തേട്ടം അതാണ് പ്രാർത്ഥന. അഭൗതിക മാർഗത്തിലെ തേട്ടം അതാണ് പ്രാർത്ഥന. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം അതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയാകുന്ന തേട്ടം റഹ്മാനായ റബ്ബിനോട് മാത്രം. അതാണ് ഇയ്യാക നസ്തഈൻ. എന്നാൽ രോഗി ഡോക്ടറെ പോയി കാണുമ്പോൾ അത് തെളിഞ്ഞ മാർഗത്തിലാണ്. അതേപോലെ പാവപ്പെട്ടവൻ പണക്കാരൻ ചെന്ന് അവനോട് ആവശ്യം നിർവഹിക്കാൻ സഹായം ആവശ്യപ്പെടുമ്പോൾ അത് തെളിഞ്ഞ മാർഗത്തിലാണ്, അത് സാധാരണ മാർഗത്തിലാണ്, അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതേ സാധുവായ മനുഷ്യൻ അയൽവാസിയായ ദൃശ്യലോകത്തുള്ള ഒരു സിദ്ധനെ പോയി കണ്ട് ആ സിദ്ധനോട് തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുമ്പോൾ അത് മറഞ്ഞ വഴിയിലാണ്, തെളിഞ്ഞ വഴിക്കല്ല. അതുകൊണ്ട് അത് ശിർക്ക് തന്നെ. അയൽപ്പക്കത്ത് തങ്ങളുണ്ട്, ഇപ്പുറത്തൊരു ബീവിയുണ്ട്, അപ്പുറത്തൊരു ബാബയുണ്ട്, അപ്പുറത്തൊരു സിദ്ധനുണ്ട്, ഇപ്പുറത്തൊരു മുസ്ലിയാരുണ്ട്, ഒരു ഹോജയുണ്ട്, ദർഗയുണ്ട്, ജാറമുണ്ട്. ഏതാണെങ്കിലും ശരി, അവിടെ ചെന്ന് ഞാൻ രോഗിയാണെന്ന് പറയുമ്പോൾ, ഞാൻ പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ, ഞാൻ കടക്കാരനാണെന്ന് പറയുമ്പോൾ ഇവന്റെ ഉദ്ദേശം എന്താ? ആ മനുഷ്യൻ, ആ സിദ്ധനായ മനുഷ്യൻ തന്റെ പെട്ടിയിൽ നിന്ന് പണമെടുത്ത് തൽക്കാലം ഇയാൾക്ക് വായ്പയായി നൽകുമെന്നാണോ വിശ്വാസം? ഒരിക്കലുമല്ല. അതാണ് തെളിഞ്ഞ മാർഗം, അതാണ് ദൃശ്യമാർഗം, അതാണ് ഭൗതിക മാർഗം, അതാണ് കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ള മാർഗം. ആ മാർഗത്തിലാണോ ചോദിക്കുന്നത് എങ്കിൽ പ്രാർത്ഥന എന്ന് പറയില്ല. പക്ഷേ സിദ്ധനെ പോയി കാണുമ്പോൾ തങ്ങളെയും ബീവിയെയും ഹോജയെയും മുസ്ലിയാരെയും ദർഗയെയും ദുർഗയെയും എല്ലാം സമീപിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് ഈ മാർഗമല്ല. അതിനപ്പുറത്ത് തങ്ങളുടെ നോട്ടം മതി, തങ്ങളുടെ ഒരു തടവല് മതി, തങ്ങളുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, തങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി, എന്റെ പ്രശ്നം അതോടുകൂടി അവസാനിക്കുമെന്നാ വിചാരിക്കുന്നത്. അവൻ നൽകുന്ന നൂലും അവൻ നൽകുന്ന വെള്ളവും അവൻ ഊതി നൽകുന്ന മറ്റു വല്ല വസ്തുക്കളുമൊക്കെ അതൊക്കെ ശരീരത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ, അത് വീട്ടിൽ പോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അത് കീശയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, സിദ്ധൻ നൽകുന്ന 10 രൂപ നാണയം പോക്കറ്റിൽ സൂക്ഷിച്ച് കാലങ്ങളോളം ജീവിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. എന്തേ ഈ 10 രൂപ കീശയിൽ വെക്കുമ്പോൾ അവന്റെ ഉദ്ദേശം എവിടെയെങ്കിലും ചെന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് ഒരൽപ്പം വെള്ളം വാങ്ങി കുടിക്കാൻ ഈ 1 രൂപ നാണയം എനിക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ആ നാണയം അവൻ സൂക്ഷിക്കുന്നത്? എങ്കിൽ ദൃശ്യമാർഗമാണ്, തെളിഞ്ഞ മാർഗമാണ്, ഭൗതിക മാർഗമാണ്, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതേസമയം ഈ ഒരു നാണയം എന്റെ കീശയിലുള്ള കാലത്തോളം എനിക്ക് സാമ്പത്തിക പ്രയാസം വരില്ല, എനിക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നാണല്ലോ അവന്റെ വിശ്വാസം. അതാണ് മറഞ്ഞ വഴി, അതാണ് അദൃശ്യമാർഗം, അതാണ് അഭൗതിക മാർഗം, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം. ഈ മാർഗത്തിൽ സഹായം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് ശിർക്കായി മാറി. ഈ മാർഗത്തിൽ ഒരാളെ ഭയപ്പെടുന്നുവെങ്കിൽ അത് ശിർക്കായി മാറി. ഈ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ശിർക്കായി മാറി. ഈ മാർഗത്തിൽ ഒരാൾ സഹായം തേടുന്നുവെങ്കിൽ അത് പ്രാർത്ഥനയും അതുവഴി ശിർക്കുമായി മാറി. ഈ മാർഗത്തിൽ ഒരാൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കായി മാറി. കാരണം മടഞ്ഞ വഴിക്ക് സഹായിക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ, മടഞ്ഞ വഴിക്ക് ഉപദ്രവമേൽപ്പിക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ. അതെ, അദൃശ്യമാർഗത്തിൽ സഹായിക്കാനും ഉപദ്രവമേൽപ്പിക്കാനും റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ. ഒരു ജിന്നിനും കഴിയില്ല, ഒരു ഇൻസിനും കഴിയില്ല, ഒരു ശൈത്താനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. റഹ്മാനായ റബ്ബ് മാത്രം. അതാണ് ലാ ളാറ വലാ നാഫിഅ. ഉപകാരം ചെയ്യുന്നവൻ ഇല്ല, ഉപദ്രവം ഏൽപ്പിക്കുന്നവൻ ഇല്ല റഹ്മാനായ റബ്ബല്ലാതെ എന്ന് പഠിപ്പിക്കപ്പെട്ടത്. ഖുല്ലാ അംലികു നഫ്സി ദർറൻ വലാ നഫ്അ. എനിക്ക് വേണ്ടി പോലും ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമയാക്കുന്നില്ല എന്ന് പറയൂ നബിയെ എന്ന് ഖുർആൻ പഠിപ്പിച്ചത് ആ ഉപകാരോപദ്രവമാണ്. റഹ്മാനായ റബ്ബിന് പുറമെ ആരോട് തേടിയാലും ശരി ലാ യസ്തതിഉന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല,
അവർ അവരെ തന്നെയും സഹായിക്കില്ല എന്ന് പഠിപ്പിച്ചത് ആ അദൃശ്യ മാർഗത്തിലാണ്. അല്ലാതെ മാതാ അമൃതാനന്ദമയെ പോയി കണ്ട് പ്രയാസം പറഞ്ഞാൽ അവൾ തൽക്കാലം ഒരു പണമെടുത്ത് എന്നെ സഹായിക്കില്ല എന്ന് അതിനർത്ഥമില്ല. അവർ തൽക്കാലം വല്ല റെക്കമെൻഡും ചെയ്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സഹായം എനിക്ക് ലഭ്യമാക്കി തരുകയില്ല എന്നതിനർത്ഥമില്ല. അതേസമയം ആ അമൃതാനന്ദമയി ആണെങ്കിലും ബീവിയാണെങ്കിലും ബാബയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, അവർ അവരെ തന്നെയും സഹായിക്കില്ല. സൂറത്ത് അഅറാഫിന്റെ 192, 197 വചനങ്ങളിൽ അല്ലാഹു തആല ആവർത്തിച്ചു വ്യക്തമാക്കി. അതെ, ഒരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ അദൃശ്യ മാർഗത്തിൽ, മറഞ്ഞ മാർഗത്തിൽ, അഭൗതിക മാർഗത്തിൽ റബ്ബിനല്ലാതെ ഒരൊറ്റ പടപ്പിനും സാധ്യമല്ല. അതുകൊണ്ട് ആ തേട്ടങ്ങള് ആ റബ്ബിനോടെ ആകാവൂ എന്ന ഖുർആനിന്റെ അധ്യാപനം ഈ സമൂഹത്തെ പഠിപ്പിച്ചവരാണ് ഒരു നൂറ്റാണ്ടോളം കാലമായി മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ കഴിഞ്ഞ പതിറ്റാണ്ടിൽ അബ്ദുസ്സലാം സുല്ലമിക്ക് ആ രംഗത്ത് വ്യതിയാനം സംഭവിച്ചു. അയാളത് പ്രചരിപ്പിച്ചു, പലരും അത് ഏറ്റെടുത്തു, പലരും അത് വിശ്വസിച്ചു, അയാളെ കൂടെ കൊണ്ടു നടന്നു. അങ്ങനെ ബഹുമാന്യനായ ഹുസൈൻ മടവൂരിന്റെ കീഴിലുണ്ടായി വന്ന ആ ഒരു ടീം അബ്ദുസ്സലാം സുല്ലമിയെ കൂടെ കൂട്ടിയപ്പോൾ അവർക്കതൊരു ഭാരമായി മാറി. അവർക്കെല്ലാം ന്യായീകരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി മാറി. അബ്ദുസ്സലാം സുല്ലമി എന്തു പറഞ്ഞാലും അതിനെല്ലാം ഓസാന പാടേണ്ടുന്ന, അതെല്ലാം ന്യായീകരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, അദൃശ്യ മാർഗത്തിൽ റബ്ബ് മാത്രമേ സഹായിക്കൂ, അഭൗതിക മാർഗത്തിൽ റബ്ബ് മാത്രമേ സഹായിക്കൂ. എന്നാൽ ജിന്നും മലക്കും അഭൗതികമാണ്, ജിന്നും മലക്കും അദൃശ്യരാണ്. അതുകൊണ്ട് തന്നെ ജിന്നും മലക്കും മനുഷ്യനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ജിന്നും മലക്കും മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാലും ശിർക്കായി. കാരണം ഒരു മലക്ക് ഒരു മനുഷ്യനെ സഹായിക്കണമെങ്കിൽ ആ സഹായം അഭൗതിക മാർഗത്തെ സഹായമായി മാറണം. ഒരു ജിന്ന് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുമെങ്കിൽ ആ ഉപദ്രവം അഭൗതിക മാർഗത്തിലെ ഉപദ്രവമായി മാറണം. മലക്ക് മനുഷ്യനെ സഹായിക്കണമെങ്കിൽ അത് അഭൗതിക മാർഗത്തെ സഹായമാകണം. അതാവട്ടെ റബ്ബിൽ നിന്നേ ഉണ്ടാവൂ. അതിനാൽ ജിന്ന് ഉപദ്രവിക്കുമെന്നോ സഹായിക്കുമെന്നോ മലക്ക് ഉപദ്രവിക്കുമെന്നോ മലക്ക് സഹായിക്കുമെന്നോ വല്ലവനും വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്ക്. അതുകൊണ്ട് വിശ്വസിക്കാനേ പാടില്ല എന്ന് അബ്ദുസ്സലാം സുല്ലമി പുതിയ വാദവുമായി രംഗത്തിറങ്ങി. അന്ന് നമ്മൾ ചോദിച്ചു, അല്ല സുല്ലമി, ഇതെങ്ങനെ പറയും? കാരണം ഒരുപാട് ആയത്തുകളിൽ മലക്കുകളുടെ സഹായത്തെപ്പറ്റി ഖുർആൻ പരാമർശിച്ചുവല്ലോ. ഒരുപാട് വചനങ്ങളിൽ ഖുർആനും ഹദീസുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങളെപ്പറ്റി സൂചിപ്പിച്ചുവല്ലോ. പൈശാചിക ബാധയും അതേപോലെ സിഹ്ർ ചെയ്യുന്ന സാഹിറിന് പിശാച് നൽകുന്ന സഹായങ്ങളും അതുവഴി പലർക്കും ഉണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങളുമൊക്കെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് അവർ സഹായിക്കില്ലെന്നോ ഉപദ്രവിക്കില്ലെന്നോ എങ്ങനെ പറയാൻ കഴിയും? അതേസമയം ആ സഹായവും ആ ഉപദ്രവവുമൊക്കെ അഭൗതികമല്ല, അദൃശ്യമല്ല, മറഞ്ഞ വഴിക്കല്ല. അതെല്ലാം അവരുടെ കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന 100 കൊല്ലത്തോളം നമ്മൾ പറഞ്ഞു വെച്ച ഈ ഒരു ആദർശം തന്നെ പറഞ്ഞാൽ എന്താ പ്രയാസമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറാവാതിരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കാനായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളെ മുഴുവനും തള്ളിക്കളയുകയും ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നതാണ് പിന്നീടുണ്ടായത്. സ്വഹീഹ് ബുഖാരിയിലെ 60ഓളം ഹദീസുകൾ ഞാൻ ദഈഫാക്കി എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. കാരണം ആ ഹദീസെല്ലാം അയാളുടെ പുതിയ തത്വപ്രകാരം തൗഹീദ് വിരുദ്ധമാണ്. അതിനാൽ തൗഹീദ് സ്വീകരിക്കണോ, ഈ ഹദീസ് തള്ളിയേ പറ്റൂ. അങ്ങനെ അബ്ദുസ്സലാം സുല്ലമിയും കൂട്ടരും ഈ വാദവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിശക്തമായി നമ്മളെല്ലാം രംഗത്തിറങ്ങി. ബഹുമാന്യരായ അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും അടക്കമുള്ള നമ്മുടെ പ്രഭാഷകന്മാർ അവരായിരുന്നു ഏറ്റവും ശക്തമായി അവർക്കെതിരെ അന്ന് രംഗത്തിറങ്ങിയത്. ഞങ്ങളൊന്നും അന്നധികമായി അവർക്കെതിരെ സംസാരിക്കാൻ ഇറങ്ങേണ്ടി വന്നില്ല. ഇവർ തന്നെ ഏറ്റെടുത്തു. നാട് മുഴുവൻ നടന്ന് അതിശക്തമായ ഭാഷയിൽ വിശദീകരണങ്ങൾ നൽകി, മറുപടികൾ നൽകി. എന്താണ് മനുഷ്യ കഴിവെന്നും എന്താ സൃഷ്ടി കഴിവെന്നും എന്താ അദൃശ്യമെന്നും എന്താ മറഞ്ഞ വഴിയെന്നും എന്താണ് അഭൗതികമെന്നും എന്താ ഭൗതികമെന്നും എല്ലാം അന്ന് കൃത്യമായി അവരൊക്കെ വിശദീകരിച്ചു. എങ്ങനെയാ വിശദീകരിച്ചത്? മുമ്പ് എഴുതി വെച്ചതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ബഹുമാന്യനായ KM മൗലവിയും KP മുഹമ്മദ് മൗലവിയും എണ്ണത്താണ് സെയ്ദ് മൗലവിയും അലവി മൗലവിയും മാനി മൗലവിയും PK മൂസ മൗലവിയും K ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും റഹിമഹുമുല്ലാഹ് അടക്കമുള്ള നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ എഴുതി വെച്ച ലേഖനങ്ങളും പുസ്തകങ്ങളും എടുത്ത് നിരത്തി വെച്ചുകൊണ്ട് കൃത്യമായി ശക്തമായി
മറുപടി നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മടവൂരുപക്ഷം പത്തിമടക്കി മാളത്തിലേക്ക് വലിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇനി ഈ രൂപത്തിൽ എതിർക്കാൻ കഴിയില്ല, മറ്റൊരു മാർഗം സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെയാണ് ചില ആളുകളെ അവിടുന്ന് ഇങ്ങോട്ട് മാറി വന്നുവെന്ന വേചന ചാരന്മാരായി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. KKP അബ്ദുള്ളയെ പോലെയുള്ള, അബ്ദുൽ നാസർ സുല്ലമിയെ പോലെയുള്ള ചില ചാരന്മാർ അങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ സാക്ഷാൽ മടവൂരിയ ആദർശം ഇവിടുത്തെ വേദികളിൽ അവരെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. KKP അബ്ദുള്ള ISM സംസ്ഥാന നേതൃസ്ഥാനത്ത് പോലും വന്ന് എത്തിപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഈ ഭീകരവാദം ഏറ്റെടുക്കുകയും നാടിനെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്ന് ബഹുമാന്യനായ MPA ഖാദർ കരുവമ്പൊയില് അദ്ദേഹത്തിന് മറുപടി എഴുതി ഇസ്ലാഹി മാസികയിൽ. ഈ മറുപടി അദ്ദേഹം KKPയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മറുപടി എഴുതിയത്. പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഹെഡിങ് തന്നെ എന്താ? പ്രാർത്ഥനയും നിർവചനങ്ങളും പുതിയ വസ്വാസുകളും എന്ന ഹെഡിങ്. പ്രാർത്ഥനയും നിർവചനങ്ങളും പുതിയ വസ്വാസുകളും എന്ന് അദ്ദേഹം ആരംഭിക്കുക. പ്രാർത്ഥന നിർവചനത്തിൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിലുള്ള അപേക്ഷ, സൃഷ്ടികളുടെ കഴിവുകൾക്കപ്പുറമുള്ള കാര്യങ്ങളിലുള്ള അപേക്ഷ എന്നെല്ലാം പ്രയോഗിക്കുന്നതിൽ ഖുറാഫി വിഭാഗങ്ങളും അവരുടെ കൂട്ടാളികളും സമൂഹമധ്യേ ഇന്നൊരുപാട് വസ്വാസുകൾ എഴുതിയും പറഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യമായി വന്നിരിക്കുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസുകളെ പോലും പുച്ഛിച്ചു തള്ളി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആശയപരമായി വ്യതിചലിച്ചു പോയ ഒരു വ്യക്തിയുടെ അവതാരികയോടെ മടവൂരിയ ആശയക്കാരനായ KKP അബ്ദുള്ള എന്ന ആൾ മുജാഹിദുകളുടെ ആദർശങ്ങൾക്കും നയങ്ങൾക്കും വിരുദ്ധമായി പുറത്തിറക്കിയ മഞ്ഞ പുസ്തകത്തിൽ ഇതു സംബന്ധമായി എഴുതിയ വസ്വാസ് കാണുക. ഏതാ മഞ്ഞ പുസ്തകം? KKP അബ്ദുള്ള തയ്യാറാക്കിയ, ഹാരിസ് ചെറൂർ തയ്യാറാക്കിയ. ആരാ ഹാരിസ് ചെറൂര്? ഇന്ന് അഡ്ഡോ കമ്മിറ്റിയായി പല സ്ഥലത്തും ഇവർ തെരഞ്ഞെടുത്തുവെന്ന് പ്രഖ്യാപിച്ച് പരിചയപ്പെടുത്തുന്ന കമ്മിറ്റിയുണ്ടല്ലോ. ആ കമ്മിറ്റിയിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഹാരിസ് ചെറൂര്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് വെച്ച് മുഖാമുഖം എന്ന പേരിൽ ഹനീഫ് കായ്ക്കൊടിയും അനസ് മൗലവിയും ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ചോദ്യം ചോദിക്കാമെന്ന മനുഷ്യനെ മർദ്ദിച്ച് അവശനാക്കി അയാളെ കൊല്ലാൻ ശ്രമിച്ച പ്രതികളിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രതി പത്രങ്ങളിൽ അയാളുടെ പേരടക്കം വന്നു. അത് ഹാരിസ് ചെറൂര്. അവരൊക്കെ തയ്യാറാക്കിയ മഞ്ഞ പുസ്തകം. ആ മഞ്ഞ പുസ്തകത്തിന് അന്ന് മറുപടി എഴുതുന്നു ആര്? MP അബ്ദുൽ ഖാദർ കരുവമ്പൊയില്. എന്താ പുസ്തകത്തിലെ പരാമർശം? ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് മനുഷ്യ കഴിവിനപ്പുറം എന്നായിരുന്നു, അതിപ്പോൾ സൃഷ്ടി കഴിവിനപ്പുറം എന്നാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അവർ എഴുതി പ്രചരിപ്പിച്ചത്. കരുവമ്പൊയിൽ ക്രോസ് ചെയ്യുന്നു. എന്താ? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾക്കാണ് അഭൗതിക കാര്യമെന്നും മറഞ്ഞ കാര്യമെന്നും കാര്യകാല ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളുമെന്ന സക്കരിയ സ്വലാഹിയുടെ പുതിയ നിർവചനം തൗഹീദിന്റെ അടിത്തറ ഇളക്കുന്ന അപകടവാദമാണ്. ഇതാണ് മഞ്ഞ പുസ്തകത്തില് ഒരു വസ്വാസായി ഇയാൾ പരിചയപ്പെടുത്തിയത്. മഞ്ഞ പുസ്തകത്തില് KKP അബ്ദുള്ള എന്ന മടവൂരിച്ചാരൻ ഉണ്ടാക്കിയ വസ്വാസിൽ ഒന്നാമത്തെ വസ്വാസ് എന്താ? സൃഷ്ടികളുടെ എല്ലാം കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളുള്ള തേട്ടമാണ് അഭൗതിക കാര്യം, അതാണ് മറഞ്ഞ കാര്യം, അതാണ് കാര്യകാല ബന്ധങ്ങൾക്കതീതം എന്ന സക്കരിയ സ്വലാഹിയുടെ വാദം അപകടവാദമാണ്. തൗഹീദിന് അടിത്തറ ഇളക്കുന്ന അപകടവാദമാണ്. ഇവിടെ രണ്ട് കളവുകളാണ് ഒന്നിച്ചെഴുതിയത്. മറുപടിയാ, രണ്ട് കളവുകളാണ് ഒന്നിച്ചെഴുതിയത്. കളവ് ഒന്ന്, സൃഷ്ടികളെ കഴിവുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾക്ക് അഭൗതിക കാര്യമെന്നും കാര്യകാല ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളുമെന്ന നിർവചനം പുതിയ കണ്ടുപിടുത്തമാണ് എന്നത് ഒന്നാമത്തെ കളവാണ്. സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളെ കാര്യകാല ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറയൂ എന്നത് പുതിയ കണ്ടുപിടുത്തമാണ് എന്നത് കളവാണ്. എന്നാൽ ഈ നാട്ടിൽ നാസർ സുലൈമാൻ പ്രസംഗിച്ചു പോയതെന്താ? മനുഷ്യ കഴിവിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന. മനുഷ്യന്റെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെയാ പ്രാർത്ഥന ആരംഭിക്കുന്നത്. സൃഷ്ടി കഴിവ് എന്ന് മുജാഹിദീങ്ങൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടാവൂല, പക്ഷെ KM മൗലവി പറഞ്ഞിട്ടുണ്ട്. KM മൗലവി പറഞ്ഞിട്ടുണ്ട്, ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്, രണ്ടത്താണ് സയ്യിദ് മൗലവി പറഞ്ഞിട്ടുണ്ട്, അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്, PK മൂസ മൗലവി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞീദ് മദനി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും തൗഹീദുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥം രചിച്ചവരൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തെ സലഫി പണ്ഡിതന്മാരും അത് വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കളവാണെന്ന് കരുവുമ്പോൾ എന്ന് 2012 മാർച്ച്
2012 മാർച്ച് എന്നൊരു മറുപടി. പ്രാർത്ഥന നിർവചനവും അതിലെ അദൃശ്യമാർഗവും അഭൗതികവുമാണല്ലോ പ്രശ്നം. ഇവിടെ മനുഷ്യരുടെ മാത്രം കഴിവുകൾക്കതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പരിമിതപ്പെടുത്തി പറയുന്നതിലെ അപകടം ഗുരുതരമാണ്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളതൊക്കെ അഭൗതികം, കണ്ണ് കാണാത്തതൊക്കെ അഭൗതികം, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായതൊക്കെ അഭൗതികം, അതെല്ലാം കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അതിലെ അപകടം ഗുരുതരമാണ്. എന്താ അപകടം? അദ്ദേഹം വിശദീകരിക്കാം. സ്വലാഹി പറഞ്ഞാലും ഇല്ലെങ്കിലും സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അഭൗതികവും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അള്ളാഹുവിന്റെ മാത്രം കഴിവുമാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കണ്ടോ, സക്കരിയ സ്വലാഹി പറയട്ടെ പറയാതിരിക്കട്ടെ, സക്കരിയ സ്വലാഹി എന്നൊരു മനുഷ്യൻ ജീവിക്കട്ടെ ജീവിക്കാതിരിക്കട്ടെ, എന്നാലും ശരി, എല്ലാ സൃഷ്ടികളുടെയും കഴിവുകൾക്കപ്പുറമുള്ള കാര്യം അതാണ് അഭൗതികമായ കാര്യം, അതാ റബ്ബിന് മാത്രമെന്ന് പറഞ്ഞത് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിന് സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പറയുന്നതിൽ മനുഷ്യർ മാത്രമല്ല, ജിന്നുകളും മലക്കുകളും അടക്കമുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. സൃഷ്ടിയുടെ കഴിവിന് അപ്പുറത്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രം ഉദ്ദേശിച്ചല്ല, ജിന്നും മലക്കും അടക്കമുള്ള എല്ലാ സൃഷ്ടിയും ഉൾപ്പെടും. ഇതാണ് നാളിന്ന് വരെയുള്ള മുഴുവൻ മുവഹിദുകളുടെയും വിശ്വാസം. നാളിന്ന് വരെയുള്ള മുഴുവൻ മുവഹിദുകളുടെയും വിശ്വാസം ഇതാണ് എന്ന് 2012 മാർച്ചിൽ അബ്ദുൽ ഖാദിർ കരുവമ്പൂർ എഴുതി. എങ്കിൽ അവിടെയാണ് മുജാഹിദുകൾ ഇന്നുമുള്ളത്. പക്ഷെ അതിലേക്ക് നുഴഞ്ഞു കയറി KKP അബ്ദുള്ളയും നാസർ സുല്ലമിയെയും പോലെ ചാരന്മാർ ഇതിലേക്ക് നുഴഞ്ഞു കയറി ഉള്ളിൽ പ്രശ്നമുണ്ടാക്കി. അവർ ജിന്ന് എന്ന വിവാദം അവര് കൊണ്ടുവന്നു, അല്ലാതെ നമ്മളാരും ജിന്ന് കൊണ്ടുവന്നിട്ടില്ല, നമ്മളാരും കൊണ്ടുവന്നിട്ടില്ല. ഈ നാട്ടുകാർ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ജിന്നുമായി ബന്ധപ്പെട്ട പരാമർശവും വിവാദങ്ങളും ആദ്യമായി നിങ്ങൾ കേട്ടത് ആരിൽ നിന്ന്? സക്കരിയ സ്വലാഹിൽ നിന്നാണോ? ഒരിക്കലുമല്ല. എന്നിൽ നിന്നാണോ? ഒരിക്കലുമല്ല. ആരിൽ നിന്നാണ് ഈ നാട്ടിൽ ആദ്യമായി ജിന്നുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശങ്ങൾ കാണാനായത്? ആരിൽ നിന്നാ കേട്ടത്? സംശയമില്ലാത്ത വിധം അറിയും, ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയുമല്ലേ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായി ഇത്തരം ഒരു പരാമർശവും ആ നിലക്കുള്ള ആരോപണങ്ങളും കൊണ്ടുവന്നത്. ഞങ്ങളാരുമല്ലായിരുന്നുവല്ലോ. ഈ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തില് ഞങ്ങളാരെങ്കിലും പറഞ്ഞുവോ ജിന്നുമായി ബന്ധപ്പെട്ട പരാമർശം? ഞങ്ങളാരെങ്കിലും പറഞ്ഞുവോ ജിന്നിനോട് തേടാമെന്ന പരാമർശം, തേടിയാ ശിർക്കൽ എന്ന പരാമർശം ഞങ്ങളാരെങ്കിലും പറഞ്ഞുവോ? ഇല്ല. അതേപോലെ റുഖിയ്യയുടെ മറവില് അടിക്കാനും ഇറക്കാനും പോകുന്നുവെന്ന പ്രയോഗം ഇവിടുത്തെ സമ്മേളനത്തിൽ ആരാ പ്രഖ്യാപിച്ചത്? അനസ് മൗലവിയല്ലേ പ്രഖ്യാപിച്ചത്. ഞങ്ങളൊക്കെ വേദിയിലുണ്ടെന്ന്, ഞങ്ങളൊക്കെ ഉള്ള വേദിയിൽ വെച്ചാണ് അനസ് മൗലവി അപ്രതീക്ഷിതമായി ഈ കോളേജിന്റെ സമ്മേളന വേദിയിൽ വെച്ച് അന്നത് പ്രഖ്യാപിച്ചത്. ഹനീഫ് കായക്കൊടിക്ക് 1-ാമത്തെ ദിവസം തൗഹീദ് എന്ന വിഷയം നൽകിയിട്ട് ആ പ്രസംഗത്തിലല്ലേ അയാൾ ഇവിടെ ജിന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മളാരും ജിന്ന് വിഷയമാക്കിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ജിന്നിന്റെയും ആവശ്യമില്ല, ഒരു ജിന്നുമായും ബന്ധമില്ല. ഏത് ജിന്നായാലും ശരി, ഹയ്യാണെങ്കിലും മയ്യിത്താണെങ്കിലും ഹാദിറാണെങ്കിലും ഗായിബാണെങ്കിലും ഖാദിറാണെങ്കിലും അല്ലെങ്കിലും ശരി, പുഴക്കരയിലോ കുളക്കടവിലോ കരയിലോ കടലിലോ എവിടെയാണെങ്കിലും ശരി, ജനപ്രദേശമോ വിജനപ്രദേശമോ എവിടെയാകട്ടെ, ജിന്നുമായുള്ള ബന്ധം മുജാഹിദുകൾക്കില്ല. അങ്ങനെ ജിന്നുകളുമായി ബന്ധം സ്ഥാപിക്കുന്നവർ മുജാഹിദുമല്ല എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. പിന്നെന്തേ വിവാദമായത്? ഈ ചാരന്മാർ ഉള്ളിൽ കയറിക്കൂടി ആ മടവൂരി ആദർശം KNM-ന്റെ വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയും അത് സ്വീകരിക്കുന്നവരെ മാത്രം മുജാഹിദായി കാണുകയും അല്ലാത്തവരെ പിടിച്ച് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ ഇത് ശരിയല്ല എന്ന് ഈ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ എഴുതി വെച്ച ലേഖനങ്ങളും പ്രസംഗങ്ങളും എടുത്തു വെച്ചുകൊണ്ട് സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടായി തീർന്നു. അതാ ഞാൻ വായിച്ചത്. 2012 മാർച്ചിലാണത്. 2012 മാർച്ചിലാണ് ഈ എഴുതിയത്. അതേ കാലമായിട്ടില്ലല്ലോ, 1.5 കൊല്ലമല്ലേ ആയുള്ളൂ. അന്ന് ഈ വിവാദങ്ങൾ നടക്കുന്നുണ്ട്.
അന്ന് ഈ ബഹളങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉള്ളിൽ അന്നാണ് കരുവമ്പൂരിൽ എഴുതിയത്, ലോകത്ത് ഇന്ന് വരെയുള്ള മുഴുവൻ മുവഹിദുകളും വിശ്വസിക്കുന്നത് എല്ലാ സൃഷ്ടിയുടെയും കഴിവിനപ്പുറമുള്ള കാര്യങ്ങളാണ് അഭൗതികമായ കാര്യം, അതാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായത്, അതാണ് മറഞ്ഞു പണിക്കുള്ളത് എന്ന് 2012 മാർച്ചിൽ എഴുതിയെങ്കിൽ അതെ, അവിടെ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. 1920കളിൽ സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ 2012 ഈ മാർച്ച് മാസത്തിൽ എഴുതിയത് വരെ എന്താണോ രേഖപ്പെടുത്തിയത് അവിടെ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. ഇനി മാർച്ചിൽ മാത്രമല്ല, ആ മാർച്ചും കഴിഞ്ഞ് 2012 ഡിസംബറിൽ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അഴിഞ്ഞിലത്ത് വെച്ച് ഒരു സമ്മേളനം സംഘടിപ്പിച്ചുവല്ലോ. ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഇറക്കിയ പുസ്തകമാണിത്, നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താ രേഖപ്പെടുത്തിയത്? കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ റബ്ബിന് മാത്രമേ കഴിയൂ. എന്നാ മലക്കിടപെടുന്നില്ലേ? പിശാച് ഇടപെടുന്നില്ലേ? ഉണ്ട്. ഒന്നുകിൽ ഇടപെടുന്നില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ആ ഇടപെടൽ കാര്യകാല ബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറയണം, അല്ലെങ്കിൽ ഈ എഴുതിയത് ശരിയല്ലെന്ന് പറയണം. മൂന്നാലൊന്ന് വേണമല്ലോ. കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതെ, ഇസ്ലാം പഠിപ്പിച്ചത് തന്നെയാണ്. എങ്കിൽ പിന്നെ ആരിടപെട്ടാലും, ഏത് ശൈത്താൻ ഇടപെട്ടാലും, ഏത് ജിന്നിടപെട്ടാലും, ഏത് മലക്കിടപെട്ടാലും, സാഹിറിനെ സഹായിച്ചാലും കാഹിറിനെ സഹായിച്ചാലും അല്ലാത്ത ഏത് ഉപദ്രവം ഉണ്ടായാലും അതൊന്നും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമല്ല. കാരണം കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ റബ്ബിന് മാത്രമേ കഴിയൂ. ഈ ഇടപെടലൊന്നും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല. ആ പിശാചിന്, ആ ജിന്നിന്, ആ മലക്കിന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യകാല ബന്ധമുണ്ട്. റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടേ അവർ ഇടപെടൂ. അങ്ങനെ ഈ പുതിയ വാദം കൊണ്ടുവന്നു. പല ആളുകളും യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ പെട്ടുപോയി, പിന്നാലെ കൂടിപ്പോയി, പിന്നെ ന്യായീകരിക്കാൻ നിർബന്ധരായി മാറി. അതിന്റെ ഫലം എന്തായി? കരുവമ്പൊയിൽ പറഞ്ഞ പോലെ ഇതിൽ മനുഷ്യന്റെ കഴിവ് മാത്രമാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം ഏറെ ഗുരുതരമാണ് എന്ന് അന്ന് എഴുതി വെച്ചല്ലോ. അതാണ് പിന്നെ നമ്മൾ കണ്ടത്. വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ അപകടങ്ങൾ പിന്നെ നമ്മൾ കണ്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനായ ഇമാം അക്ബർ സാഹിബ് പോലും പ്രഖ്യാപിക്കുകയുണ്ടായി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പോലും എഴുതി. എന്താ എഴുതിയത്? അദ്ദേഹം പറയാണ്, ഈ ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ഈ ഇസ്തിആനത്ത് അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ലഘുലേഖ ഇറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തിരിച്ചറിയേണ്ടതുണ്ട് ആരാ മാത്രം ഒഴിവാക്കിയത്. ഈ എന്നിടത്ത് പച്ചമലയാളത്തിൽ എഴുതി വെക്കുകയാണ്, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന മനുഷ്യനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇല്ല കൂട്ടരെ, ഒരു മനുഷ്യനെയും ഒഴിവാക്കിയിട്ടില്ല, ഒരു പടപ്പിനെയും ഒഴിവാക്കിയിട്ടില്ല, ഒരു ജിന്നിനെയും ഒഴിവാക്കിയിട്ടില്ല, ഒരു മലക്കിനെയും ഒഴിവാക്കിയിട്ടില്ല. ആ ഇസ്തിആനത്ത് റബ്ബിനോട് മാത്രം. അത് ദൃശ്യലോകത്തുള്ള മനുഷ്യനോടായാലും ശിർക്ക. മുമ്പിൽ കാണുന്ന മനുഷ്യനോട് എനിക്ക് സന്താനത്തെ തരണേ, എന്നെ മുഅ്മിനായി മരിപ്പിക്കണേ, എനിക്ക് സ്വർഗം നൽകണേ, നരകത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അവർ ദൃശ്യലോകത്താണ് എന്നതുകൊണ്ട് അത് ശിർക്കല്ലാതാവില്ല. കാരണം എന്തേ? ഈ തേട്ടം അദൃശ്യമാർഗത്തെ തേട്ടമാണ്. ഈ തേട്ടം മറഞ്ഞ വഴിയുടെ തേട്ടമാണ്. ഈ തേട്ടം അഭൗതിക മാർഗത്തെ തേട്ടമാണ്. ഈ തേട്ടം കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണ്. അത് കല്ലിനോട് തേടിയ ശിർക്ക്, മരത്തിനോടായ ശിർക്ക്, ഈ മൈക്കിനോടായ ശിർക്ക്, മുമ്പിൽ കാണുന്ന മനുഷ്യനോടായ ശിർക്ക്, മുമ്പിൽ കാണാത്ത ജിന്നിനോടായ ശിർക്ക്, മലക്കിനോടായ ശിർക്ക്, റബ്ബല്ലാത്ത ആരോടായാലും ശിർക്ക്. പക്ഷെ ഇവിടെ മനുഷ്യനെ മാത്രം ഒഴിവാക്കി എന്ന് പറഞ്ഞു. എന്തിനാ ഇത് പറഞ്ഞത്? ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് വെട്ടി തീർക്കാൻ.
ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ജിന്നിനോടായ ശിർക്ക്, മനുഷ്യനെ ഒഴിവാക്കി, അതുകൊണ്ട് മനുഷ്യനോടായ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനായി ഇത് എഴുതിയത്. പക്ഷെ സംഭവിച്ചതോ ഇയ്യാക നസ്തഈൻ മാത്രം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇത് എഴുതിയത് ഈ 2013 2012 ഖാദിർ കരുമ്പോൾ അന്നേ എഴുതി വെച്ചു. എന്താ എഴുതിയത്? ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേൽവാക്യത്തിന്റെ അർത്ഥം. ഇവിടെ അള്ളാഹുയോട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ കഴിവുകൾ മാത്രമാണ് ഒഴിവാകുന്നത് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയുകയില്ല. ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യന്റെ കഴിവൊക്കെ ഒഴിവാണ് എന്ന് മതത്തെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും പറയില്ല. 2012 മാർച്ചിൽ 2013 പറയുന്നു മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്, ജിന്നിനെ ഒഴിവാക്കിയിട്ടില്ല. ഇതാ കരുമ്പുൽ അന്ന് പറഞ്ഞത് ഇതിന്റെ അപകടം ഗുരുതരമാണ്. ഇതിന്റെ അപകടം മനസ്സിലാക്കിയ മുജാഹിദുകൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു. ഇറങ്ങിയപ്പോ മറ്റൊന്നും ആവശ്യം വന്നില്ല. അനസ് മുസ്ലിയാരുടെ പഴയ ക്ലിപ്പുകൾ, ഹനീഫ് കായ്ക്കുള്ള പഴയ ക്ലിപ്പുകൾ, കരുമ്പുൽ എഴുതിയ പഴയ ലേഖനങ്ങൾ, അത് മാത്രം മതി, മറ്റൊന്നും ആവശ്യം വന്നില്ല. മാത്രവുമല്ല ഈ വാദം പോയി 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 അവസാനം എവിടെ എത്തി? ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്ന അപകടങ്ങൾ കുറച്ചൊന്നുമല്ല. കാരണം പണ്ട് പറഞ്ഞു റബ്ബ് മാത്രമാണ് അഭൗതികമായ കഴിവുള്ളവൻ. പിന്നീട് ഇപ്പൊ മാറ്റിപ്പറഞ്ഞു റബ്ബല്ലാത്തവർ ജിന്നും മലക്കുമല്ല അഭൗതികമാണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞു കൂട്ടരെ ഇത് ഖുറാഫി വാദമാണ്, ഇത് സമസ്തക്കാരന്റെ വാദമാണ്. ഇവിടെ മലക്കുകളുടെ സഹായം അഭൗതികമാണെന്ന് പഠിപ്പിച്ചത് യഥാർത്ഥ സമസ്തക്കാരായിരുന്നു, മുജാഹിദീങ്ങളല്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പുളിക്കൽ വെച്ച് നടത്തിയ ഒരു മുഖാമുഖം പരിപാടിയിൽ അയാൾ പച്ചയായി പറഞ്ഞു മലക്കിന്റെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് എന്ന് നെല്ലിക്കുത്ത് മുസ്ലിയാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നെല്ലിക്കുത്തിനെ ഖണ്ഡിച്ചവർ മുജാഹിദുകളായിരുന്നു. കേൾക്കാം നിങ്ങൾക്ക് നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ ആ ഒരു പ്രസംഗം. അഥവാ മലക്കിന്റെ സഹായം ഭൗതികമല്ല അഭൗതികമാണെന്നും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണെന്നും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ഖുറാഫി മുസ്ലിയാക്കന്മാർ എല്ലാ കാലത്തും വിശ്വസിച്ചു പോന്നു. അവിടേക്കായി ഇപ്പോൾ എത്തിയത്. ശ്രദ്ധിക്കുക അയാളുടെ ആ പ്രസംഗം. സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ്, സാധാരണമല്ല അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കണ്ടോ, ഇതാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വിശ്വാസം. ഇതാണ് EKAP സമസ്തക്കാരന്റെ വിശ്വാസം. മലക്കിന്റെ സഹായം അഭൗതികമാണ്, ജിന്നിന്റെ സഹായം അഭൗതികമാണ്, അമ്പിയാക്കളുടെ സഹായം അഭൗതികമാണ്, ഔലിയാക്കളുടെ സഹായം അഭൗതികമാണ്. ഇതാണ് സമസ്തക്കാരന്റെ വിശ്വാസം. നമ്മൾ പറഞ്ഞെടുത്തതോ ഇല്ല, അഭൗതിക സഹായം റബ്ബ് മാത്രമേ ചെയ്യൂ. മലക്ക് സഹായിക്കുമെന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു അതെ, മലക്ക് സഹായിച്ചാൽ ആ സഹായം അഭൗതികമല്ല, അത് മലക്കിന്റെ വ്യവസ്ഥ അനുസരിച്ചാണ്, മലക്കിന്റെ കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അന്ന് നമ്മൾ ഇവർക്ക് മറുപടി കൊടുത്തു. സമസ്തക്കാർക്കും മടവൂരികൾക്കും ഒന്നിച്ച് മറുപടി എഴുതി വിചിന്തനം വാരിക 2007 ഫെബ്രുവരി 16. രണ്ടു കൂട്ടർക്ക് മറുപടി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനും അബ്ദുസലാം സല്ലം ഇടമണ്ണക്കും രണ്ടാളെയും ഒന്നിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അന്ന് വിചിന്തനത്തിൽ എഴുതി. എന്താ എഴുതിയത്? 8 പതിറ്റാണ്ടുകാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. 8 പതിറ്റാണ്ട് 80 കൊല്ലം എന്ത് തൗഹീദാണ് നമ്മൾ പറഞ്ഞത് എന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽപ്പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കണ്ടോ, 8 പതിറ്റാണ്ട് 80 കൊല്ലക്കാലം
മനുഷ്യന് കഴിയാത്തത് എന്നാ ജിന്നിന് കഴിയുന്നത്, മനുഷ്യന് കഴിയാത്തത് എന്നാ മലക്കിന് കഴിയുന്നത്. ഇതൊരിക്കലും ആരാധന്റെ വകുപ്പിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തിരിയാത്തത് കൊണ്ടാണ് ഈ വിമർശനം. എന്നിട്ട് പറയാം, ഈ ലോകത്തെല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധി